നമ്മുടെ സേച്ചിമാർ എന്തോ സമരത്തിലാണ്, എന്താണ് നോക്കാം. വി.ഡി. സതീശനല്ലേ പറഞ്ഞത് മെയ് 15 മുതലായിട്ട് ഫ്രീ സൗജന്യ യാത്ര ചെയ്യാമെന്ന്. സതീശൻ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ബസ് ഇവിടെ പോകുന്നില്ല, ടിക്കറ്റ് കൊടുക്കുന്നില്ല പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ബസ് പോകണ്ട, നമ്മൾ ഇവിടെ തന്നെ ഇരിക്കും. നമുക്ക് നീതി നൽകുന്നിടത്തോളം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും, സമരം ചെയ്യും. നമ്മൾ അവർ പറഞ്ഞതാണ്, അവർ മെയ് 15 മുതലാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ അവർക്ക് പറയാമായിരുന്നു ഞാൻ മുഖ്യമന്ത്രി ആയ ശേഷം അല്ലെങ്കിൽ നമ്മളെ മിനിസ്റ്റർമാരുടെ ക്യാബിനറ്റ് രൂപീകരണം ആയ ശേഷം നമുക്ക് കൊടുക്കാൻ പറയാമായിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. മെയ് 15 മുതലാണ് പറഞ്ഞിട്ടുള്ളത്. അവർ പറഞ്ഞ അനുസാരം ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് ഇന്ന് നീതി കിട്ടണം. നമ്മളെ കേട്ടാണ്ട് ഒരു ബസ്സിന് പോകണ്ട. അവർ ബസ് ഡ്രൈവർ പറയുന്നത് ടിക്കറ്റ് കൊടുക്കാണ്ട് നമുക്ക് പോകാൻ അനുവാദമില്ലമാണ്. അപ്പൊ അങ്ങനെ അനുവാദമില്ലെങ്കിൽ ആരും പോകണ്ട. എന്റെ പൊന്നു ചേച്ചിമാരെ, നിങ്ങളൊന്ന് അടങ്ങ്. അദ്ദേഹം ഒന്ന് ആ കസേരയിലൊന്ന് ഇരുന്നോട്ടെ. സത്യപ്രതിജ്ഞ പോലും കഴിഞ്ഞിട്ടില്ല, അപ്പോഴേക്ക് ഇവിടെ ഇറങ്ങി കുറെ പേര്. ഒരു ടീം 15 അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 15 ലക്ഷം അക്കൗണ്ടിലേക്ക് ഇട്ടുതരുന്നൊക്കെ പറഞ്ഞിട്ട് 15ാമത്തെ വർഷമായി ഭരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ആരും ഇങ്ങനെ സമരം നടത്തണമെന്നും കണ്ടില്ല. അല്ലെങ്കിലും ഈ സ്ത്രീകൾക്ക് മുഴുവൻ ഫ്രീ ആയിട്ട് ബസ് യാത്ര അത്രയും ഇത് വേണോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ അർഹതപ്പെട്ടവർക്കൊരു കൺസെഷൻ കാർഡ് ആ രീതിയിൽ ആക്കുന്നതായിരിക്കും നല്ലത്. ഡെയിലി ജോലിക്ക് പോകുന്നവർ, അർഹതപ്പെട്ടവർ, അവർക്കൊക്കെ ആയിട്ട് അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അല്ല, ഇനിയിപ്പോൾ എന്തോ ആയിക്കോട്ടെ, സമയമുണ്ടല്ലോ.